ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭകൾക്കുള്ള ദൈവത്തിന്റെ ദൂത് എന്ന എപ്പിസോഡിന്റെ 4ാമത്തെ ഭാഗത്തേക്കാണ് നിങ്ങളെ ഇവരെയും സ്വാഗതം ചെയ്യുന്നത്. തുയത്തൈരയിലെ ദൈവസഭയ്ക്കുള്ള ദൂത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 29 വരെ വ്യാപിച്ച് കിടക്കുകയാണ് ഈ സന്ദേശം. ഈ പട്ടണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന് ആർക്ക് ഹിസാർ അല്ലെങ്കിൽ വൈറ്റ് കാസ്റ്റിൽ, വെള്ള സൗധം എന്ന മറ്റൊരു പേര് ഈ പട്ടണത്തിന് ഉണ്ട്. ഇതൊരു വാണിജ്യപരമായ ഒരു പട്ടണമാണ്. കൂടാതെ ഇതൊരു മിലിറ്ററി ബേസാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ഈ സഭയുടെ പശ്ചാത്തലം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് ചരിത്രപരമായിട്ട് നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത്. പൗലോസിന്റെ സെക്കൻഡ് മിഷണറി യാത്രയിൽ തന്നോടുകൂടെ സഹയാത്രികനായ സീലാസും പൗലോസും കൂടെ മിഷണറി യാത്രയ്ക്ക് രണ്ടാമത്തെ മിഷണറി യാത്രയ്ക്ക് അവർ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ദർശനം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവിടെ മക്കദോനിയയിൽ നിന്ന് ഒരു പുരുഷൻ വെളിപ്പെട്ടിട്ട് അദ്ദേഹം പൗലോസിനെ ആ മക്കദോനിയയിലേക്ക് അല്ലെങ്കിൽ ആ യൂറോപ്പിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഷനാണ് പൗലോസ് അവിടെ കാണുന്നത്. ഇവിടെ അങ്ങനെയാണ് വായിക്കുന്നത്, കം ഓവർ ടു മാസിഡോനിയ ആൻഡ് ഹെൽപ്പ് us. മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കാം. അങ്ങനെ അവര് ആ ഏഷ്യ മൈനറിൽ നിന്ന് പ്രവർത്തനം മാറ്റി ആ യൂറോപ്യൻ കോണ്ടിനെന്റിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ അവർ ഫിലിപ്പിൽ വരുന്നതായിട്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവളുടെ ഹൃദയം സുവിശേഷത്തിനായി ദൈവം വേർതിരിക്കുകയും പൗലോസിന്റെ സന്ദേശം അവളുടെ ആത്മരക്ഷയ്ക്ക് അത് കാരണമായി തീരുകയും, അങ്ങനെ ഈ സ്ത്രീയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവള് രക്താംബരം വിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അവളുടെ ബിസിനസ്, അവള് തൊയ്ത്തൈര പട്ടണക്കാരി ആണെങ്കിലും അവളുടെ ബിസിനസ് നടക്കുന്നത് ഈ യൂറോപ്പിൽ, ഈ ഫിലിപ്പീൻ പ്രദേശങ്ങളിലാണ് എന്ന് കാണുന്നു. എന്നാൽ ഈ സ്ത്രീയാണ് യൂറോപ്പിൽ ആദ്യമായിട്ട് സുവിശേഷം കേട്ടതും സുവിശേഷം വിശ്വസിച്ച് ഒരു ദൈവവൈതലായി തീർന്നതും. അപ്പൊ ആ സ്ത്രീയുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കപ്പെട്ടതും കൂടാതെ ആ മിഷണറിമാരെ അവരുടെ വീട്ടിൽ വിളിച്ച് അവരെ ആദരിക്കുകയും അവരെ മാനിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരുപക്ഷെ ഈ സ്ത്രീ മുഖാന്തരമായിരിക്കാം ഈ തൊയ്ത്തൈര പട്ടണം കർത്താവിന്റെ സുവിശേഷം കേട്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. സഭാ ചരിത്രത്തിലെ ഡാർക്ക് ഏജ് അല്ലെങ്കിൽ അന്ധകാര യുഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് നമ്മൾ ഓർക്കുന്നു. നമുക്ക് ഈ കാലത്താണ് പേപ്പൽ സിസ്റ്റം അഥവാ പേപ്പസി നിലവിൽ വന്നത്. അതായത് പോപ്പിന്റെ ഭരണ പരിഷ്കാരങ്ങൾ ആ കാലത്താണ് കടന്നു വന്നത് എന്ന് നമ്മൾ ഓർക്കുന്നു. ഇവിടെ യേശുക്രിസ്തുവിനെ സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നത് അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുകളുള്ളവനും പിന്നെ എന്താണ് വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവനും എന്നാണ് കർത്താവിനെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ വായിക്കുന്ന അഗ്നിജാലയ്ക്കൊത്ത കണ്ണുകളും വെള്ളോടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കർത്താവ് തന്നെ ഈ തൊയ്ത്തൈരയിലെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ 1-13 വാക്യത്തിൽ, അതായത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 13-15 വരെ വാക്യങ്ങളിൽ അവിടെ മനുഷ്യപുത്രനായിട്ടാണ് കർത്താവ് ആ ജനത്തിന് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ അതിന് പകരമായിട്ട് ദൈവപുത്രൻ എന്നുള്ള ടൈറ്റിൽ അവൻ പറയാണ്, ദൈവപുത്രൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരംഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ ഈ ഭാഗത്ത് പുത്രനോട് സദൃശനായ ഒരുവൻ എന്ന് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ഇവിടെ ദൈവപുത്രൻ എന്ന ആധികാരികതയോടെ ദൈവപുത്രൻ തന്നെ വെളിപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ കാണുന്നു. ഇവിടെ യേശു ക്രിസ്തുവിനെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ നിത്യനും ഏകജാതനുമായ ദൈവപുത്രൻ, ആ ദൈവപുത്രനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ നിത്യനാണ്. അവൻ പിതാവായ ദൈവത്തിന്റെ ഏകജാതനാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പിതാവായ ദൈവത്തിന്റെ സകല സ്വഭാവ സവിശേഷതകളും അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതയിൽ പിതാവിനോട് സമത്വമുള്ളവനും പിതാവിന്റെ സർവ്വ അധികാരമുള്ളവനും എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ മാത്രമല്ല ഇവിടെ ആ സാരാംശത്തിൽ അവൻ പിതാവായ ദൈവത്തിന്
തത്തുല്യനായവനും, എന്നാൽ സബ്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിലനിൽപ്പിൽ അവന് ഒരു സബോർഡിനേറ്റീവായിട്ട് ഇവിടെ നമ്മൾ കാണും. അത് ത്രിത്വ വിഷയങ്ങളിൽ കടന്നു വരുന്ന വിഷയമാണ്. പോട്ടെ, ഇവിടെ നമ്മൾ കാണുന്നത് അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുകളുള്ള, വെള്ളോടിന് തുല്യമായ ആ കാലുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നോക്കുക, അവന്റെ കണ്ണിന്റെ വിശേഷതയെക്കുറിച്ച് നമ്മളിവിടെ പഠിക്കുമ്പോൾ അവൻ അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുകളാണ്. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുകൾ എന്ന് പറയുമ്പോൾ സകലത്തെയും പിയേഴ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ സകലത്തെയും പെനട്രേറ്റ് ചെയ്യുന്ന, പെർഫെക്റ്റ് നോളജ് ഉള്ള, സകല ജനത്തെക്കുറിച്ചും സകല വസ്തുക്കളെക്കുറിച്ചും വ്യക്തമായും സ്പഷ്ടമായും അറിയാവുന്ന ദൈവപുത്രനെയാണ് ഇവിടെ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുകൾ എന്ന് പറയുന്നത്. അതായത് എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന, നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ കണ്ണുകളുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നു. പിന്നെ അവന്റെ കാലുകളെ കുറിച്ച് ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ അത് എന്താണ്? ജസ്റ്റ് ലൈക്ക് എ ഫൈൻ ബ്രാസ്, വെള്ളോടിന് സദൃശ്യമായ കാല് ഉള്ളവൻ എന്ന് ഇവിടെ കാണുന്നു. പാപത്തോടുള്ള ദൈവപുത്രന്റെ ധാർമ്മികമായ ക്രോധത്തെയും നീതിയോട് കൂടിയ ന്യായവിധിയുമാണ് ഇവിടെ ഈ പ്രയോഗം കൊണ്ട് ഇവിടെ വെളിപ്പെടുത്തുന്നത് എന്ന് നമ്മൾ കാണുന്നു. അവിടെ റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അവൻ ന്യായവിധിയുടെ ദൈവമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ 2 കൊരിന്ത്യർ അതിന്റെ 10-ാം അധ്യായത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക വണ്ണം പ്രാപിക്കേണ്ടതിന് അവന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടും എന്ന് ഇവിടെ നമ്മൾ കാണുകയാണ്. ദൈവമക്കളെ, ഈ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന എന്താണ് ശ്ലാഘ്യപത്രങ്ങൾ എന്താണ്? ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഈ ജനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം അവർക്ക് കൊടുക്കുന്ന ശ്ലാഘ്യപത്രങ്ങളെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ നോക്കുക, അവരുടെ ചാരിറ്റി, അവരുടെ വിശ്വാസം, അവരുടെ പേഷ്യൻസ്, അവരുടെ അവരുടെ ഫ്രൂട്ട്ഫുൾനെസ്, അവരുടെ ഫലം കായ്ക്കൽ, ഈ കാര്യങ്ങൾ വ്യക്തമായും ഇവിടെ കർത്താവ് അവരെ ഓർപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ശ്ലാഘ്യപത്രങ്ങൾ നമ്മൾ വായിച്ചാൽ 5 പ്രത്യേക കാര്യങ്ങൾ ഇവിടെ കർത്താവ് അവരെ ഓർപ്പിക്കുന്നു. ഒന്ന്, their ചാരിറ്റി, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സേവനം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സഹിഷ്ണുത, നിങ്ങൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥ, ഇതിനെക്കുറിച്ച് കർത്താവ് അവരെ ശ്ലാഘിക്കുന്നത്, അവരെ പുകഴ്ത്തുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അവരുടെ പ്രവൃത്തി ആദ്യത്തേതിലും ഒടുവിൽ വർദ്ധിച്ചു വന്നു എന്നാണ് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ഇത് ശുശ്രൂഷിക്കുന്ന ഒരു സഭയായിരുന്നു. കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്ന കൊണ്ട് അവർ അത് തെളിയിച്ചു എന്ന് ഇവിടെ നമ്മൾ കാണുന്നു. നമ്മുടെ സേവനത്തിലും മാനദണ്ഡം എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ മോട്ടിവേറ്റിംഗ് റീസൺ, നമ്മൾ ശുശ്രൂഷയ്ക്കായി നമ്മൾ നിർബന്ധിക്കുന്ന ആ മോട്ടിവേറ്റിംഗ് റീസൺ എന്താണെന്ന് നമ്മളെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. വാട്ട് ഈസ് ദ വെരി ഇന്റൻഷൻ ബിഹൈൻഡ് അവർ സർവീസ്? ഇവിടെ അത് ദൈവനാമ മഹത്വമായിരിക്കണം. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നാം തിന്നാലും കുടിച്ചാലും അത് എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. അപ്പൊ നമ്മുടെ ശുശ്രൂഷ എത്രമാത്രം ഫലവത്താണ്, അതിനകത്ത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുന്നുണ്ടോ, ഏത് ഇന്റൻഷനാണ്, ഏതാണ് അതിന്റെ നമ്മളെ നിർബന്ധിക്കുന്ന, നമ്മുടെ ശുശ്രൂഷകൾ നമ്മളെ നിർബന്ധിക്കുന്നത് എന്താണ്, നമ്മളെ ഭരിക്കുന്നത് എന്താണ് എന്ന് നമ്മളെ പരിശോധിക്കേണ്ടത് ഇവിടെ ആവശ്യമാണ്. ഇവിടെ നാം ദൈവത്തിനായി ചെലവായും പോണം. അതുമാത്രമല്ല, നമ്മുടെ സേവനത്തിന്റെ പിന്നിൽ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും പാടില്ല. അത് മാത്രമല്ല, സ്വന്തം മഹത്വത്തിനായി പണവും സമയവും ആരോഗ്യമൊക്കെ ചെലവഴിക്കുന്ന അനേകരെ ഈ വിശ്വാസ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. പക്ഷെ ഞാനും നിങ്ങളും എന്ത് ചെയ്താലും അതിൽ ദൈവനാമം മഹത്വപ്പെടുന്നില്ലെങ്കിൽ, ദൈവനാമത്തെ ഉയർത്തുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനകത്ത് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ സേവനത്തിന്റെ മാനദണ്ഡം എന്താണെന്നും നമ്മുടെ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന ആ ഇന്റൻഷൻ, ആ താല്പര്യം എന്താണെന്നും, അത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, സ്വന്തം മഹത്വത്തിന് വേണ്ടിയിട്ടാണോ നമ്മുടെ സമ്പത്തും നമ്മുടെ പണവും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും
നമ്മൾ ചെലവാക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് ഇവിടെ ആവശ്യമാണ്. ഇവിടെ കർത്താവ് അവരെ ശ്ലാഘിച്ചു പറയുമ്പോൾ അവരുടെ സ്നേഹത്തെക്കുറിച്ച്, അവരുടെ ചാരിറ്റിയെക്കുറിച്ച്, അവരുടെ സർവീസിനെ കുറിച്ച്, അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, അവരുടെ പേഷ്യൻസിനെ കുറിച്ച്, മാത്രമല്ല അവരിൽ വർദ്ധിച്ചു വരുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തി ആദ്യത്തേതിന് ഒടുവിൽ വർദ്ധിച്ചു വരുന്ന ഫലം കായ്ക്കുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ കർത്താവ് അവരുടെ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുകളാൽ നോക്കി വിലയിരുത്തി അവർക്ക് ശ്ലാഘ്യപത്രം കൊടുക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പോട്ടെ, അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവരുടെ കുറ്റം എന്താണെന്ന് ഇവിടെ കർത്താവ് ഏറ്റുപറയുകയാണ്. ഇത്രമാത്രം ശ്ലാഘ്യപത്രങ്ങൾ അവിടെ കൊടുത്തെങ്കിലും ഈ 7 സഭകളിൽ ഇത്രമാത്രം എന്താണ് ദൈവത്താൽ ശാസിക്കപ്പെട്ട മറ്റൊരു സഭ ആ 7 സഭകളിൽ ഇല്ല എന്ന് നമ്മളിവിടെ കാണുന്നു. ദൈവങ്ങളെ തെറ്റിക്കുകയും ദുരുപദേശം പഠിപ്പിക്കുകയും ദുർനടപ്പ് ആചരിക്കുകയും വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാനും നിർബന്ധിക്കുന്ന ഒരു പ്രവാചികയാണ് ഇവിടെ അവർ പരിചയപ്പെടുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നതിൻ്റെ 20-23 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ ഒരു കുറവ് നിനക്കുണ്ട് എന്താ നമ്മൾ കാണും. നോക്കാം, അതിൻ്റെ 20ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാൻ എനിക്ക് ഉണ്ട്. ഇവിടെ ദൈവമക്കളെ തെറ്റിച്ച് ദുരുപദേശം പഠിപ്പിക്കുക, ദുർനടപ്പ് ആചരിക്കുക, മാത്രമല്ല വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാനും അവരെ നിർബന്ധിക്കുന്ന ഒരു പ്രവാചികയെ നിങ്ങൾ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കർത്താവ് അവരോട് പറയുന്നത്. ഇവിടെ അവളുടെ പേര് ഇസബേൽ എന്നാണ്. പ്രതീകാത്മകമായിട്ടാണ് ഈ നാമം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ദുഷ്ടരായ ദുരുപദേഷ്ടാക്കളെ, അല്ലെങ്കിൽ കായിന്റെ വഴികളിൽ നടക്കുന്ന കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കോരകന്റെ മത്സരത്തിൽ നശിച്ചു പോയ സ്നേഹസത്യങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ഈ കല്ലുകൾ, അല്ലെങ്കിൽ എന്താണ് ഈ കല്ലുകൾ, ഇവരെ പ്രതിരൂപമായി ഇസബേലിനോട് താരതമ്യം ചെയ്തിരിക്കുന്നതായിട്ട് ഇവിടെ നമ്മൾ കാണുന്നു. ചരിത്ര പുസ്തകം നമ്മൾ പരിശോധിച്ചാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ അതിന്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രയേലിന്റെ മതാനുഷ്ഠാനങ്ങളിൽ വിഗ്രഹാരാധന കൊണ്ടുവന്ന ഇസ്രയേലിന്റെ രാജാവായ ആഹാബിന്റെ ഭാര്യയായ ഇസബേൽ എന്ന് പറയുന്ന ഒരു രാജ്ഞിയെക്കുറിച്ച് അവിടെ നമ്മൾ കാണുന്നു. അവള് ദൈവത്തിന്റെ പ്രവാചകന്മാരെ നശിപ്പിച്ചവരാണ്, ദൈവത്തിന്റെ പ്രവാചകന്മാരെ ഉപദ്രവിച്ചവരാണ്. മാത്രമല്ല ബാലിന് ധൂപം കാട്ടുവാനായിട്ട് ജനത്തെ വശീകരിച്ച് അവരെ വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാനും അവരെ വിഗ്രഹങ്ങളെ സേവിക്കാനുമായിട്ട് അവരെ വശീകരിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ, ഒരു രാജ്ഞി ഇസബേൽ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരുവളെ കുറിച്ച് നമുക്കിവിടെ കാണാനായിട്ട് ഇടയായിത്തീരും. ഈ സഭയിൽ പാപം പ്രവേശിച്ചു. അതായത് ഈ തൊയ്തൈരയിലെ സഭയെക്കുറിച്ച് നമ്മൾ അവിടെ പാപം പ്രവേശിച്ചു, അവർ ദുർനടപ്പ് ആചരിച്ചു, അവർ വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചു എന്ന് അവിടെ നമ്മൾ കാണുന്നു. അപ്പൊ കർത്താവ് അവർക്ക് പെട്ടെന്നുള്ളൊരു ന്യായവിധിയാണ് കൊടുക്കുന്നത്. അവരുടെ പാപത്തെ വ്യഭിചാരമായി ഇവിടെ കർത്താവ് കാണുന്നു. മാനസാന്തരപ്പെടാനുള്ള അവസരം ദൈവം അവൾക്ക് കൊടുത്തിട്ടും അവള് മാനസാന്തരപ്പെട്ടില്ല എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മളിവിടെ വായിക്കുന്നത് അവർ പാപം ചെയ്തു, അവർ ദുർനടപ്പ് ആചരിച്ചു, അവർ വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചു. ഇവിടെ ദുർനടപ്പ് അഥവാ ഫോർണിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സെക്ഷൽ ഇമ്മോറാലിറ്റി എന്ന ആവശ്യമാണ് ഇവിടെ അവർ ദുർനടപ്പ് ആചരിച്ചു എന്ന വാക്കുകൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, അതിൻ്റെ കർത്താവ് കൊടുക്കുന്ന അഡ്മോണിഷൻ, കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് ഇവിടെ നമ്മൾ കാണുന്നു. നമുക്കത് വായിക്കാം. കർത്താവ് കൊടുക്കുന്ന ഉപദേശം എന്താണ് ഇവിടെ? ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുടെ വ്യഭിചാരിക്കുന്നവരെ അവളുടെ നടപ്പും വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പ്രതിഫലം നൽകും. 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ
ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങളെയും അറിഞ്ഞിട്ടില്ലാതെയും തുയതൈരിയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഇവിടെ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് സാത്താന്റെ ആഴങ്ങളെ അറിയാത്ത, ഇസബേലിന്റെ ഉപദേശങ്ങളെ അറിയാത്ത ഒരു ചെറിയ ശേഷിപ്പ് ഈ നിങ്ങളിലുണ്ട്, അല്ലെങ്കിൽ ഈ തുയത്തൈരയിലെ ദൈവസഭയിൽ ഉണ്ട് എന്ന് നമ്മൾ കാണുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന, അനുരഞ്ജനം ചെയ്യാത്ത, മറ്റ് ഈ ദുരുപദേശത്തോട് അനുരഞ്ജനം ചെയ്യാത്ത ഒരു ശേഷിപ്പ് വിശ്വാസികളുടെ ഒരു ചെറിയ കൂട്ടം ഏതൊരു കാലത്തും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കാലത്തെ നമ്മുടെ സ്ഥലസഭകളിൽ പോലും അങ്ങനെ ഒരു ശേഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണ് ഇവിടെ? സാത്താന്റെ ആഴങ്ങളെ അറിയാത്തവർ. ഇവർ സാത്താന്റെ ആഴങ്ങളെ അറിയാത്തവരാണ്. അത് മാത്രമല്ല, ഇസബേലിന്റെ ഉപദേശം അറിയാത്തവരാണ്. അവർ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ മാനിച്ച് അനുരഞ്ജനത്തിലേക്ക് കടന്നു വരാതെ ദൈവത്തിന് വേണ്ടി നിലനിന്ന ഒരു ചെറിയ കൂട്ടം. ദൈവങ്ങളെ, നമ്മുടെ സഭകളിൽ ഇന്നുമില്ലേ ആ ചെറിയ കൂട്ടം? അവരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. സാത്താന്റെ ആഴങ്ങൾ അറിയാത്ത എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ സാത്താന്റെ ആഴങ്ങൾ എന്ന് പറയുന്നത് ഇത് സൈറ്റാനിക് ഡെലൂഷൻ, അല്ലെങ്കിൽ പൈശാചികമായ മിഥ്യാധാരണ. രണ്ടാം നമ്മൾ കാണുന്നത് ഡയബോളിക് മിസ്റ്ററീസ്, പൈശാചികമായ മർമ്മങ്ങൾ. ഇതൊന്നും അറിയാത്ത ഒരു കൂട്ടം ജനം നിങ്ങളുടെ കൂടെ, നിങ്ങളിലുണ്ട്. അതാണ് കർത്താവ് അവരോട് പറയുന്നത്. ഇവിടെ ദൈവമക്കളെ, ഈ മിസ്റ്ററി മർമ്മങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് മർമ്മങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് നമ്മളിവിടെ വായിക്കുന്നത് അകൃത്യത്തിന്റെ മർമ്മം. അത് നമ്മൾ 2 തെസ്സലോനിക്ക 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുകയാണ്. ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. അതായത് ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് 1 തിമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഇവിടെ ഈ ജനം സാത്താന്റെ ആഴങ്ങളെ അറിയാത്തവരാണ് എന്ന് പറഞ്ഞാൽ പൈശാചികമായ മർമ്മങ്ങൾ അറിയാത്തവരാണ്. മാത്രമല്ല, പൈശാചികമായ മിഥ്യധാരണ ഇല്ലാത്തവരാണ്. മാത്രമല്ല, അവരുടെ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പായിരുന്നു ഈ തുയത്തൈരയിലെ ആ സഭയിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ദൈവങ്ങൾ, ഇവിടെ ആ ചെറു കൂട്ടത്തോട് കർത്താവ് പറയാണ്, അധിക ഭാരം ഞാൻ നിങ്ങളുടെ മേൽ വെക്കുന്നില്ല. എങ്കിലും ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചത്, അത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ നിങ്ങളത് ചെയ്യണം. എപ്പോൾ വരെ? ടിൽ ഐ കം. ഈ പ്രയോഗം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ നമ്മൾക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിന്റെ വരവിന്റെ 2 പതനങ്ങളെ കുറിച്ച് രണ്ട് ഫേസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, ദൈവജനത്തിന് വേണ്ടി അവൻ കടന്നു വരുന്നത്, അതിന് വെളിപ്പാട് എന്നാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത് ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വരുന്നതാണ് അവന്റെ രണ്ടാമത്തെ വരവ് എന്ന് നമ്മൾ കാണുന്നത്. ഇവിടെ ടിൽ ഐ കം എന്ന കർത്താവ് ഇവിടെ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്തിൽ വരുന്ന ആ കാര്യമാണ്. അത് ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ള വരവാണ്. ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള വരവാണ്. ഈ ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള വരവ് അതിനോട് ബന്ധപ്പെട്ടുള്ള ഉപദേശ വിഷയങ്ങൾ നമ്മൾ കാണുന്നു. റാപ്ചർ എന്നോ ദൈവസഭയുടെ ഉൽപ്രാവണമെന്നോ നമുക്ക് ഈ വിഷയത്തെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. എന്നാൽ രണ്ടാമത് നമ്മൾ കാണുന്നത് തെസ്സലോനിക്ക ലേഖനത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിന്റെ 2ാം വരവ്, ഈ ഭൂമിയിലേക്കുള്ള അവന്റെ വരവിനെ കുറിച്ചാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് അവൻ വരുന്നത്? ലോകത്തെ ന്യായം വിധിക്കേണ്ടതിന് വേണ്ടിയിട്ട്, അവന്റെ ശത്രുവിനെ പരാജയപ്പെടുത്തി, അവന്റെ ശത്രുവിനെ കീഴ്പ്പെടുത്തി, അല്ലെങ്കിൽ പിശാചിനെ കീഴ്പ്പെടുത്തി അവന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കേണ്ടതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ 1000 ആണ്ട് ഈ ഭൂമിയിൽ സ്ഥാപിക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള കർത്താവിന്റെ 2ാം വരവാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഞാൻ ടിലൈക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ വരും വരെ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവജനത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് അവൻ വരും എന്ന് നമുക്കത് കാണുന്നു. അപ്പൊ നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ക്രിസ്തുവും അങ്ങനെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ
രണ്ടാമതും പ്രത്യക്ഷനാകും. ഇത് യേശു ക്രിസ്തുവിന്റെ രണ്ട് പ്രത്യക്ഷതകളെ കുറിച്ചാണ് ഇവിടെ എബ്രായ ലേഖനകാരൻ ഇവിടെ വിവരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. ഇറ്റ് ഇസ് അപ്പോയിന്റഡ് വൺസ് എന്നാണ് നമ്മൾ കാണുന്നത്. ഒരിക്കൽ അത് ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. എന്താണ് നിയമിച്ചിരിക്കുക? ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും അവൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നതിനെ കുറിച്ചും ഇവിടെ വ്യക്തമായി ഈ വാക്യത്തിൽ കർത്താവ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ അവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, അവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ വന്നു, പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. സ്വന്തം ജീവനെ ആ കാൽവരി ക്രൂശിൽ അവൻ തന്നുകൊണ്ട് തന്റെ രക്തം പൂർണ്ണമായും ആ ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുക്കി തന്നുകൊണ്ട് നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വില അവൻ ആ ക്രൂശിൽ കൊടുത്തുകൊണ്ട് അവൻ ആ പാപത്തിന്റെ ശിക്ഷ മുഴുവനും സ്വന്തം തോളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ നരകയാതനകൾ മുഴുവനും അവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് പാപങ്ങളെ ചുമക്കേണ്ടതിന് വേണ്ടിയിട്ട് മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷതയെക്കുറിച്ച്, മനുഷ്യാവതാരത്തെക്കുറിച്ചും അതിന്റെ ആവശ്യത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള പ്രസ്താവനയാണ് ഇവിടെ നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വാക്ക് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവൻ പാപം കൂടാതെ ചുമപ്പാൻ ഒരിക്കൽ പ്രത്യക്ഷനായി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും പ്രത്യക്ഷനാകും. ദൈവമക്കളെ, തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനം ഈ ഭൂമിയിലുണ്ട്. നമ്മുടെ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നമ്മൾ അറിയുന്നു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ദൈവമക്കളെ, ഇവിടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു റെമനന്റ്, ഒരു ചെറിയ കൂട്ടം ഈ ഭൂമിയിൽ ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വാസ്തവമായും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? ആ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷയ്ക്കായി കാത്തിരിക്കുന്നവരാണോ? നിങ്ങൾ അവരെ കാത്തിരിക്കുന്നവരാണോ? അവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുവാൻ, അവനിൽ ആശ്രയിക്കുവാൻ, അവന് ശരണപ്പെടുവാൻ, നമ്മുടെ പാപങ്ങളെ മുഴുവനും ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവപുത്രനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ദൈവവൈതലായി തീരുന്ന, ഒരു സ്വർഗീയ പൗരനായി തീരുന്ന ആ അവസ്ഥ നമ്മുടെ ജീവിതാനുഭവങ്ങളിലുണ്ടോ എന്നത് പരിശോധിക്കേണ്ടത് ഇവിടെ ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വാസ്തവമായി കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം വിശ്വസിക്കുന്നു. ഇവിടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം ഈ ഭൂമിയിലുണ്ട്. അവരുടെ രക്ഷയ്ക്കായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നത് എന്നുള്ള സന്ദേശമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു ദൈവത്തിലായി ജീവിക്കുവാനുള്ള ഭാഗ്യവും പദവിയും നമുക്ക് വേണം. അവൻ നമുക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി അവന്റെ പ്രാണനെ വെച്ച് തന്നിട്ടുണ്ട്. അവന്റെ രക്തം നമുക്ക് വേണ്ടി പൂർണ്ണമായും അവൻ ഒഴുക്കി തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു പകരക്കാരനായി നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചുകൊണ്ട് പാപങ്ങൾ അവനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ഒരു പൈതലായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. യോഹന്നാന്റെ ലേഖന സുവിശേഷം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം അവൻ കൊടുത്തു. ദൈവമക്കൾ, എന്നെ കേൾക്കുന്ന പ്രിയരെ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനും ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് ദൈവപുത്രനെ അംഗീകരിക്കുവാനും അങ്ങനെ ഒരു സ്വർഗീയ പൗരനായി തീർന്നുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ആ ചെറിയ റെമനന്റിൽ, ആ ചെറിയ കൂട്ടത്തിൽ നിങ്ങളും പെടണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥന, ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇവിടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്ന ഈ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, തിലയ്ക്കും ഞാൻ വരും വരെ നീ അത് സൂക്ഷിച്ചു കൊള്ളുക, നീ അത് കരുതിക്കൊള്ളുക, നിന്റെ മേൽ യാതൊരു ബേർഡനും ഞാൻ ഇനി ഇമ്പോസ് ചെയ്യില്ല. നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ വരുന്നവരെ നീ അത് കാത്ത് സൂക്ഷിച്ചു കൊള്ളുക എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇതിനോട് ബന്ധപ്പെട്ട് കർത്താവ് കൊടുക്കുന്ന പ്രൊമീസ് എന്താണ്? അതിന്റെ
കൊടുക്കുന്ന വാഗ്ദത്വം എന്താണെന്ന് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ജയിക്കുന്നവന് ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അവൻ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഇവിടെ വായിക്കുന്നത്, ഞാൻ ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഇത് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അവനോട് കൂടെ അധികാരം പങ്കിടും. കർത്താവായ യേശുക്രിസ്തു തന്റെ ശത്രുക്കളെ തോൽപ്പിച്ച് 1000 ഈ ഒരു രാജ്യം സ്ഥാപിച്ച് 1000 വർഷം ഈ ലോകത്തെ ഭരിക്കുമ്പോൾ ദൈവജനം എന്ന് പറയുന്നത് എന്താണ്? അവനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവൻ ഈ അധികാരം പങ്കിടും എന്നുള്ള സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇവിടെ സങ്കീർത്തനം 2-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ മില്ലേനിയൽ റൂളിനെ കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുക്കുന്ന പിതാവായ ദൈവം കൊടുക്കുന്ന അധികാരങ്ങളെ കുറിച്ച് അവിടെ നമ്മൾ പറയുന്നുണ്ട്. അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇവിടെ കർത്താവ് പറയുന്നതാണ്, ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവനോട് കൂടെ ചേർന്ന് അവന്റെ സിംഹാസനത്തിൽ അവനോട് കൂടെ ചേർന്നിരുന്നു കൊണ്ട് ഈ സകല ജാതികളെയും ഭരിക്കാനുള്ള അവകാശം, അധികാരം ഞാൻ നിങ്ങൾക്ക് പങ്കിടും എന്നുള്ള സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ 2-ാമത് നമ്മൾ വായിക്കുന്നത്, ഉദയനക്ഷത്രം ഞാൻ അവന് കൊടുക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അവൻ ശുഭ്രമായ ഉദയ നക്ഷത്രമാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഇവിടെ യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇവിടെ നമ്മള് പിശാചിന്റെ വീഴ്ചയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ സാത്താന്റെ വീഴ്ചകളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആ ഭാഗം നമ്മൾ വായിക്കുന്നത് എബ്രായ ഭാഷയിൽ ലൂസിഫർ എന്ന പദമാണ് അവിടെ ആ ദൈവദൂതന് കൊടുത്തിരുന്നത്. അതിന്റെ അർത്ഥം ശുക്രൻ എന്ന മലയാളത്തിൽ ശുക്രൻ എന്നുള്ള പ്രയോഗമാണ്. അതിന്റെ അർത്ഥം ദി ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ, അതായത് അല്ലെങ്കിൽ ശോഭിച്ചു നിൽക്കുന്ന പ്രഭാത നക്ഷത്രം എന്ന ആ നാമമാണ് അവന് കൊടുത്തത്. എന്നാൽ പാപം ചെയ്തു, അവന്റെ ഉള്ളിൽ പാപം പ്രവേശിച്ചു. എന്ത് ചെയ്തുകൊണ്ട് അവൻ ഇരുണ്ടുപോയി, അവൻ വെട്ടേറ്റ് നിലത്ത് വീണു. പിന്നെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, ഈ തുയ്തരയിലെ സഭ വിശ്വാസികൾ പലരും അനുരഞ്ജനം ചെയ്ത, അല്ലെങ്കിൽ ഫോർണിക്കേഷൻ ചെയ്ത, അവര് വിഗ്രഹാരാധനയിലേക്ക് കടന്നുപോയ, അല്ലെങ്കിൽ ഈ ഇസബേലിനെ അനുവദിച്ച ഈ ദുരുപദേശവും അതുപോലെ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാനുള്ള ആ കാര്യങ്ങളിലേക്ക് കടന്നുപോയ ഈ ജനത്തെക്കുറിച്ച്, ഈ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ പലരും അനുരഞ്ജനം ചെയ്ത് സാത്താന്റെ ആഴങ്ങളെ അനുസരിച്ച് മരണത്തിലേക്കും അന്ധകാരത്തിലേക്കും വഴുതിപ്പോയതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ജയിക്കുന്നവന് ഞാൻ ഉദയ നക്ഷത്രം പങ്കുവെക്കും. അവന് ഞാൻ അധികാരം പങ്കിടും. ജാതികളുടെ മേൽ അവന് അധികാരം ഞാൻ കൊടുക്കും. അവൻ ഉദയ നക്ഷത്രം ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ നീതിസൂര്യനായ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം അവന്റെ പന്തിയിൽ ഇരിക്കുവാനും അവനോടുകൂടെ നിത്യത മുഴുവനും അവനോടുകൂടെ ജീവിക്കുവാനുള്ള ആ വലിയ അവകാശവും പദവിയും ജയിക്കുന്നവന് ഞാൻ കൊടുക്കും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തുരത്തൈരിയിലെ ഈ ദൈവസഭയ്ക്ക് കർത്താവ് കൊടുക്കുന്ന ദൂത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായി ഒന്ന് താരതമ്യം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. ഇവിടെ ജയിക്കുന്നവന് ഞാൻ അത് കൊടുക്കും. അത് മാത്രമല്ല, ഇപ്പോൾ നിനക്കുള്ളത് നീ മുറുകെ പിടിച്ചുകൊള്ളുക, ഞാൻ വരുന്നത് വരെ. ദൈവമക്കളെ, ദൈവസഭയുടെ ഈ ഭൂമിയിലെ കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷത വരെയാണ്. അവൻ വരുമ്പോൾ നാം ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ നാം രൂപാന്തരം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ നാം മരിച്ചുപോയെങ്കിൽ നാം ഒരു പുനരുദ്ധാനം നമ്മൾ പ്രാപിക്കുന്നു. അങ്ങനെ അവനോടൊപ്പം നമ്മൾ എടുക്കപ്പെടുകയും അവനോടുകൂടെ അവനോടുകൂടെ പന്തിയിൽ നാം കാലാകാലം മുഴുവനും അവനോടുകൂടെ ഇരിക്കുവാനായിട്ട് കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.